ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതം കൊണ്ട് വലിയ മാതൃക കാട്ടിത്തരുന്നവരാണ്. ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത 3 പേരാണ്, ഒരു കുടുംബമാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത്. ജാസ്മിൻ ചേച്ചി, അജി ചേട്ടൻ ആൻഡ് ഞങ്ങളുടെ സ്വന്തം അഖിൽ. വെൽക്കം 3 ആൾക്കും കേട്ടോ. ഒരുപാട് സന്തോഷം. കാരണം കൈരളിയുടെ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയാവുന്ന ജ്വാല പുരസ്കാരം നേടിയ, അതും ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്ക സ്വന്തമായി നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു പുരസ്കാരമാണ് ജാസ്മിൻ ചേച്ചി സ്വന്തമാക്കിയത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ സന്തോഷം പറഞ്ഞു തുടങ്ങാം അല്ലേ ചേച്ചി? ആ ഒരു പുരസ്കാരം കിട്ടിയപ്പോൾ എന്തായിരുന്നു ആ ഒരു സന്തോഷം? കിട്ടിയപ്പോൾ തന്നെ ആദ്യം എന്നോട് ഇങ്ങനെ വെറുതെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നല്ലോ. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഉണ്ട് മമ്മൂക്കയുടെ സ്പെഷ്യൽ അവാർഡാണെന്നും കൂടെ അറിഞ്ഞപ്പോൾ തന്നെ എനിക്കാണ് എന്താ അത്ഭുതം, ഒരു വിശ്വസിക്കാൻ തന്നെ ആദ്യം ഒരു ഇത്, എങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം. പിന്നെ നമ്മളത് അവിടെ വന്ന് അവാർഡ് സ്വീകരിക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ ആകപ്പാടെ എന്തോ ഒരു നമുക്കറിയാൻ മേലാത്തൊരു കയറി ചെന്ന് സ്റ്റേജിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എന്നെ കയ്യെ തൊട്ട് പറഞ്ഞു ഒത്തിരി എനിക്ക് മമ്മൂക്ക എന്നോട് പറഞ്ഞു എനിക്കും അത്ഭുതമാണ്, എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഇത്ര വലിയൊരാളെ നമ്മൾ കണ്ട് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയാന്നൊക്കെ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ അതിനുശേഷം അജിയോടും ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും പിന്നെയും തോന്നുന്നു ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണോ ശരിക്കും സത്യമാണോ എന്നൊക്കെ ഒരു വിശ്വസിക്കാനാത്തൊരു സന്തോഷം. ശരിക്കും മമ്മൂക്ക പറഞ്ഞ വാക്കുകളിൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് 3 പേരോടുമുള്ളൊരു സ്നേഹം മുഴുവൻ നമ്മൾ അന്നവിടെ കേട്ടതാണ്. നമ്മുടെ ജാസ്മിൻ അജിയുടെ കാര്യം സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് അപർണ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊരു സീൻ മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ അവരുടെ ലൈഫാണ്, അത് നമുക്ക് എന്നും ബോറടിക്കും സിനിമയെ കണ്ടാൽ. അവരെഴുന്നേൽക്കുന്നു, മോനെ കുറിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതങ്ങനെ സിനിമയിലേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ കഥയുണ്ടാവണം. പക്ഷേ ഇവർക്കുള്ള കഥ ഫ്ലാഷ് ബാക്കാണ്. മോൻ ജനിച്ചപ്പോൾ മുതലുള്ള ഫ്ലാഷ് ബാക്ക് അല്ലേ ജി? അപ്പോൾ ഇവർക്ക് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, മോൻ മസ്തിഷ്ക രോഗത്തിന് അടിമയാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതായത് എന്തു ചെയ്യും നീ, വീട്ടിലെ നായികക്ക് കണ്ണ് അന്ധത വരാൻ പോകുന്നു, ഉള്ള മോനാണെങ്കിൽ അവൻ നോർമലല്ല. അങ്ങനത്തുള്ളൊരവസ്ഥയിൽ ഒരുവിധപ്പെട്ട സാധാരണ സ്ത്രീകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഇവരിപ്പോൾ ഒരു വലിയ ഓണ്ടർപ്രണറായത് മാത്രമല്ല, ആ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മോനെയും വളർത്തും, എൻ്റെ ഭർത്താവിനെ ഞാനൊരു ഭാര്യയായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് ഉള്ളൊരു തീരുമാനമെടുത്തെടുത്താണ് അതിൻ്റെ ഒരു വിജയം. എൻ്റെ ഒരു ഡോക്ടർ കണ്ണിൻ്റെ നോക്കുന്ന ഒരു ടീന ഡോക്ടറുണ്ട് ഡോക്ടർ പറഞ്ഞു, ഞാൻ മമ്മൂക്കയുടെ പ്രസംഗം ഒരു 15 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞ് അത്ര. പിന്നെ അതുപോലെ ഞാൻ ആദ്യം കേട്ടപ്പം തന്നെ പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്തുനിന്നൂടെ കേട്ടപ്പോഴാണ് എനിക്ക്, ഞാൻ കാണുന്നില്ലാതെ കേൾക്കുമ്പം സംസാരമല്ലേ കേൾക്കുന്നത്. അപ്പം പറയാ നമുക്ക് പറയുന്നുണ്ട്, മോൻ ഉണ്ടായപ്പം തുടങ്ങിയുള്ള ജീവിതം അതൊരു ഫ്ലാഷ് ബാക്ക് അല്ലേ ജീന്ന് ചോദിച്ചിട്ട് ഒരു ചിരിക്കുന്നും കൂടെ ഉണ്ട് നമുക്ക്. അത് ശരിക്കും നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു അത്. അവരെഴുന്നേൽക്കുന്നു, മോനെ കുറിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതങ്ങനെ സിനിമയിലേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ കഥയുണ്ടാവണം. പക്ഷേ ഇവർക്കുള്ള കഥ ഫ്ലാഷ് ബാക്കാണ്. മോൻ ജനിച്ചപ്പോൾ മുതലുള്ള ഫ്ലാഷ് ബാക്ക് അല്ലേ ജി? അജിയും മോനെയൊക്കെ ഒരു ഭയങ്കര സ്നേഹത്തോടെ നമുക്കവിടെ ഞാൻ ഓർക്കുന്ന ഇത്രയും
വലിയൊരു അത്ര രാജ്യം ആദരിച്ച ഇത്രയും വലിയ വ്യക്തി ഒത്തിരി സീരിയസ് ആയിരിക്കും, അധികം ഒന്നും സംസാരിക്കലായിരിക്കും അങ്ങനത്തെ നമ്മളോട്. പക്ഷെ നമ്മളോട് സംസാരിക്കുന്ന രീതിയും അജിയെ ആ പേര് വിളിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്നേഹമോ എന്താന്ന് അറിയത്തില്ലാത്തൊരു ഇനിയിപ്പോ എത്ര കൊല്ലം കഴിഞ്ഞാലും മമ്മൂക്കെ എവിടെ നിന്ന് കണ്ടാലും ജാസ്മിൻ ചേച്ചി അജേട്ടനെയും അപ്പൂനെയും ഒക്കെ തിരിച്ചറിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണല്ലോ അതിൽ നിന്ന് തെരഞ്ഞെടുത്തത്. അപ്പൊ ആ വാക്ക് നമ്മൾ കേൾക്കുമ്പോ അല്ലേ അജി ജീവിതം ഫ്ലാഷ് ബാക്ക് അല്ലേ അജി എന്ന് ചോദിക്കുന്ന ആ ചോദ്യവും ആ ചിരിയും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന പോലെ നമുക്ക് നമ്മുടെ വീട്ടുകാരോട് ചോദിക്കുന്ന മനസ്സിലെപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന പോലെ ഒരു ചിരിയും കൂടെ ഉണ്ടാക്കൂടെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു എപ്പോഴും ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കും. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞില്ല പിന്നെ അത് അജി ചേട്ടനിലോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇടം വലം ഉള്ള ഈ രണ്ടുപേരും ചേട്ടൻ അങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള രണ്ടുപേരുടെ മുഖം കണ്ടാലും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അന്ന് മമ്മൂക്ക വേദിയിൽ പറഞ്ഞതും അജേട്ടനെ പ്രത്യേകം അഭിനന്ദിച്ചതും ആ ഒരു വാക്കുകളിലൂടെയായിരുന്നു. ആ ഒരു സന്തോഷം പറഞ്ഞു ഈ ഒരു ജേർണിയിൽ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം? ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. സന്തോഷത്തോടെ ഇപ്പം തന്നെ ജാസ്മിനോട് നമുക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അനുവാദം കിട്ടുവാണെങ്കിൽ നമുക്കൊരു കുറച്ച് സ്റ്റാഫിനെ കൊണ്ടുപോകണം, കുറച്ച് വീട്ടുകാരെ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ തുടങ്ങനാട് എന്ന് പറഞ്ഞ തുടങ്ങനാട് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ചുറ്റും മലയുള്ള ഒരു ഗ്രാമമാണേ. പക്ഷേ അവിടെയുള്ള ആളുകളെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്ത് ആവശ്യത്തിനും. ഇപ്പം ഞങ്ങളുടെ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ പോലും അവർ പറയും ഞങ്ങൾ വരാൻ സഹായിക്കാം, എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയും. ആ ഒരു വാക്കാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് പേരെ കൊണ്ടുപോകണമെന്നാണ്. ഞങ്ങൾക്ക് 50 പേര് സീറ്റിൽ ചെയ്യണം, 47 പേര് ഞങ്ങൾക്ക് വരാൻ പറ്റും. നമുക്ക് ആദ്യം ജാസ്മിൻ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷമായി. പക്ഷേ ചേച്ചി ഷെയ്ക്കാൻ്റെ കൊടുത്തു. എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഫാമിലിയാണ് കേട്ടോ, നിങ്ങൾ എൻ്റെ മനസ്സിലുള്ളവരാണെന്നുള്ള രീതിയിലാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഫാമിലിയാണ്, എനിക്ക് നിങ്ങളെ അറിയാം. അത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി. മോന് കൊടുത്ത സമ്മാനം പറയണോ? അമ്മ എങ്ങനെയാ വന്നവിടെ? ചിരിച്ചു. സന്തോഷായോ? ആരെ കണ്ടത് അവിടെ? മമ്മൂട്ടിയെ കണ്ടോ? മമ്മൂക്ക് എന്താ തന്നത് അപ്പൂന്? ലോറി തന്നോ? ഇഷ്ടപ്പെട്ടോ അത്? എവിടെ കൊണ്ട് വെച്ചോ? അത് സൂക്ഷിച്ചു വെച്ചോ? ആണോ? എന്താ കളർ അതിന്റെ? മഞ്ഞ കളറായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടു അല്ലേ? അമ്മയോട് ചോദിക്കാം അതെന്താ സന്തോഷം ഉണ്ടായിരുന്നെന്ന്. സമ്മാനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലോ ഇവരെ സംബന്ധിച്ച് ഒരു കളിപ്പാട്ടങ്ങളാണ് അവന്റെ ഏറ്റവും വലിയ സമ്മാനം. ഇഷ്ടം അത് തന്നെ കിട്ടിയതില്ല. അപ്പൊ അവന് കുറച്ച് ക്യാഷ് കൊടുത്താൽ അവനൊന്നും അറിയത്തില്ല. അല്ല വേറെ എന്ത് കൊടുത്താലും അവനത്രോ സന്തോഷം കിട്ടില്ല. ഇത് കിട്ടിയപ്പോൾ കണ്ടില്ലേ, അന്നേരം അവനത് അവന് വെയിറ്റ് കൂടുതലാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കൈ പൊക്കി പിടിച്ച് എല്ലാവരെയും കാണിച്ചില്ലേ. ഇപ്പൊ വളരെ ഭയങ്കര സന്തോഷത്തോടെ ഇപ്പൊ സൂക്ഷിച്ച് വെച്ചേക്ക് പറയാം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. ടിവിയിൽ എത്ര പ്രാവശ്യം കണ്ടു അത്? സമ്മാനം തരും 3 പ്രാവശ്യം കണ്ടോ? 3 ഇഷ്ടപ്പെട്ട നമ്പർ. എന്നാ 4 സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അന്ന് ഏറ്റവും ഇഷ്ടമുള്ള മമ്മൂക്കയുടെ സിനിമ ഏതാന്ന് സ്റ്റേജിൽ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? മായാവി. ഒരുപാട് പ്രാവശ്യം കാണും അല്ലേ? ചിരിക്കും ഒരുപാട്. അതാണോ ഇഷ്ടം? അമ്മ ചിരിക്കും. അമ്മയ്ക്ക് ഇഷ്ടാണ്. വയനാട്ടിൽ പോയി കണ്ടത് ഏത് സിനിമയായിരുന്നു? അണ്ണൻ തമ്പി. പിന്നെ ഞങ്ങള് പാലായി പോയി ഒന്നത് കണ്ടു. ആദ്യം ഞങ്ങള് മോന്റെ സീൽസ് ആയിട്ട് അതെ ആദ്യം മോന്റെ സീൽസ് ആയിട്ട് ഞങ്ങൾ വയനാട്ടിൽ ആദിവാസി സീൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവന് ഇച്ചിരി വേദനകളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങള് സിനിമ കാണാറുള്ളത്. സന്ധ്യ വൈകിട്ടത്തെ ഷോയാണ് എന്റെ ഓർമ്മ ഇരിക്കുന്നത്. ചെന്ന് കണ്ട് മമ്മൂക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ലോറിയിൽ ഇങ്ങനെ വരുന്ന ഭാഗം കണ്ടപ്പോ ഇവൻ ജാസ്മിന്റെ മടിയിലായിരിക്കുന്നത്. കുതിച്ചു ചാടി അവിടെ ആൾക്കാരെ ശ്രദ്ധിച്ചു. ആൾക്കാരെല്ലാവരും കൂന്ന് സ്വരമാണോ ഭയങ്കര സ്വരമല്ലായിട്ടേ. അപ്പൊ അവിടെ ഇരുന്ന ആളുകളുടെ കൂടി ഭയങ്കര സന്തോഷം. അവരും കൂടെ കൈയടിക്കാൻ തുടങ്ങിയത്. ഇഷ്ടപ്പെട്ടോ? അടുത്തുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് പാലായി പോയി. ഞാനില്ലായിരുന്നു, ജാസ്മിന്റെ ആങ്ങളയുടെ മകനും കുറച്ച് പിള്ളേരെല്ലാം വീണ്ടും ഒന്നുകൂടെ കണ്ടുപോയി. ശരി. അപ്പൊ അത്ര ഇഷ്ടമാണ് ലോറി വരുന്ന ഭാഗമാകുമ്പോ അവൻ അറിയാലോ, ഒന്ന് കണ്ടതായോണ്ട്. അപ്പൊ അതിന് മുന്നേ തുടങ്ങി ഇവിടെ തുള്ളിച്ചാട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവൻ കാണുമ്പോ കിട്ടിയ ഒരു സന്തോഷമാണ് നമ്മളന്ന് ആ വേദിയിലും കണ്ടത് അല്ലെ? അത്രമാത്രം ഇഷ്ടത്തോടെ മമ്മൂക്കടുത്തുള്ള ഇഷ്ടം, പിന്നെ ഇഷ്ടമുള്ള കളിപ്പാട്ടം കിട്ടുന്നു, ഹാപ്പി ആയി മൊത്തത്തില്. അല്ലേ? സാധാരണ അവന് ഇങ്ങനെ ആൾക്കാർ ഇച്ചിരി മടിയുണ്ട്. പക്ഷെ അന്ന് അവൻ ഭയങ്കര സന്തോഷവാനായിട്ടാ അങ്ങനെ ഇരുന്നേ. അപ്പൊ പറഞ്ഞു ഈ മമ്മൂക്കയൊക്കെ ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളെ ഇത്ര അടുത്തം കാണുമ്പോ അവൻ ചിരിച്ചോണ്ടാ മുഴുവൻ സമയം ഇങ്ങനെ എല്ലാരും പറഞ്ഞു. ഞാൻ എല്ലാരും പറഞ്ഞു അവൻ നല്ല സന്തോഷത്തോടെ.
നമ്മൾ ചുമച്ചാൽ ചിലപ്പോൾ അവൻ ഞെട്ടും ഇങ്ങനെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പുറത്ത് വണ്ടിയിൽ ഇരുത്തി സമയമാകുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ഒത്തിരി സൗണ്ട് ഇരുന്ന് ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനെ ഒരു പ്ലാൻ ചെയ്താണ് അവനെ. അല്ലെങ്കിൽ കുറച്ച് പേരെ അകത്തിരിക്കണം എന്ന് പറഞ്ഞ് അകത്ത് വന്നു. ടൈം ആയപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവൻ ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തത്. ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കി അതെല്ലാം അവിടെ ആ മറന്നുപോയി. പിന്നെ എന്തൊക്കെയാ അവന് ആരോ അങ്ങനെ. പക്ഷെ അന്ന് അവിടെ സുമി അമൃത ചേച്ചി എന്ന് വിളിച്ചിട്ട് കഴുത്തെ പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചറിയാം, കൈ ഇങ്ങനെ പിടിച്ചത് എന്തൊക്കെയോ എല്ലാരും വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് അല്ലേ? എല്ലാരും വന്ന് ഹാപ്പി ആയി അല്ലേ? ശരി, ഇനി അമ്മയോട് അടുത്ത് ചോദിക്കട്ടെ. ശരി, അങ്ങനെ നമ്മള് അവാർഡൊക്കെ മേടിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന് ശേഷമുള്ളൊരു മാറ്റം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ലൈഫിൽ മാറ്റങ്ങൾ? അവാർഡിന് മുന്നേ ഞാൻ അത്യാവശ്യം ഈ കോളേജിലെ സ്കൂളിലൊക്കെ അങ്ങനെ നമ്മുടെ ജീവിതാനുഭവം പങ്കുവെക്കാനായിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ചങ്ങനാശ്ശേരി SB കോളേജിലൊക്കെ വിളിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ കൈരളി TVയുടെ ജ്വാല അവാർഡ്, മമ്മൂക്കായുടെ സ്പെഷ്യൽ അവാർഡ് കിട്ടിയ ജാസ്മിൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് അവർ ഇതിൻ്റെ അകത്ത് വീഡിയോ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവം ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു കൊച്ചു ഓടി വന്ന് അതിൻ്റെ ജീവിതത്തിൽ എന്നോട് പറഞ്ഞു ഈയിടെ കഴിഞ്ഞ MSW 2 മുന്നേ. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു 5-6 ദിവസമായിട്ട് എനിക്ക് ഒത്തിരി സങ്കടം അനുഭവപ്പെട്ട് വിഷമിച്ചിരുന്നു ഞാൻ. പക്ഷേ ജാസ്മിൻ ചേച്ചിയുടെ ഈ അനുഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം പറഞ്ഞിട്ട് കൈ പിടിച്ച് അങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇതാണ്. പിന്നെ അതുപോലെ ഇപ്പം പലയിടത്തും ഞങ്ങളുടെ ഒരു മുട്ടം ഗ്രീൻ വാലി YMI ക്ലബ്ബ്, പിന്നെ ഇപ്പം ഇന്നലെ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനായിട്ട് ഒരു ആദരവ് തരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ഈ മമ്മൂക്കായുടെ അവാർഡ് കിട്ടിയതിന്റെ ഇതിലാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ അംഗീകാരം. അവരുടെ അപ്പൊ എല്ലാരും ഇപ്പം പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുമ്പോഴും ചോദിക്കും മമ്മൂക്കായുടെ കയറി നിന്നപ്പോ എന്തായിരുന്നു അനുഭവം, എന്താ എത്രയും വലിയ ആളുടെ അടുത്ത് പോയി നിന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ സന്തോഷം, എങ്ങനെയാ ഞങ്ങളോട് പറയാം. അപ്പം നമ്മളൊരു അല്ലാതെ അംഗീകാരത്തിന് വിളിക്കുമ്പോഴും എന്നോട് ചോദിക്കും എന്തായിരുന്നു അവിടെ നിന്നപ്പോഴത്തെ അനുഭവം, മമ്മൂക്കായുടെ അടുത്ത് നിന്നപ്പം എല്ലാരും അങ്ങനെ. അത് വലിയ ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് ഇപ്പൊ നമ്മളോട് പറയുമ്പോ. അല്ലാതെ ഈ ഇതിന് വിളിക്കുമ്പോഴും ഇപ്പം പല ഇതിലും വനിതാ ദിനത്തോടനുബന്ധിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നത് മമ്മൂക്കായുടെ പ്രത്യേക കൈരളി TVയുടെ എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണല്ലോ. ജ്വാല പുരസ്കാരം, അതും പ്രത്യേക പുരസ്കാരമല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് അതിന് ഒത്തിരി നന്ദി കൈരളി മമ്മൂക്കായിട്ട് ഞങ്ങൾ പറയുകയാണ്. ഒരിക്കലും മറക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത വലിയൊരു അനുഭവം തന്നതിന്. മമ്മൂക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ലവ് യു എന്ന് പറഞ്ഞു. മുറക്ക പറയാവോ? അത്രേ ഉള്ളൂ. അവന്റെ സ്നേഹം അതാണ്, ആ ഒരു ലോകം അതാണ്. പക്ഷെ അതിൽ അനൗൺസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ക്രീനിൽ ചേച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളവരെയും ലോകത്തെയും ഒക്കെ കാണിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ കണ്ടിരുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയവും കണ്ണും ഒക്കെ ഒരു നിറഞ്ഞ മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ അവിടെ നിങ്ങളെ കണ്ടത് ഭയങ്കര വ്യത്യാസമായിട്ടാണ്. ഇത്രയും മാത്രം ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ വേദിയിൽ അത് കേട്ടിരുന്നതും കണ്ടിരുന്നതും മമ്മൂക്കയുടെ അടുത്തെത്തിയതും മറുപടി പ്രസംഗം ഒക്കെ നടത്തിയതും. നമ്മളിപ്പം കുറേ വർഷങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഇത് 15ാമത്തെ വർഷമാണ് എനിക്ക് കാണത്തില്ലുണ്ടായിട്ട്. പക്ഷേ നമ്മളിങ്ങനെ എല്ലാ ജോലികളും അങ്ങ് ചെയ്ത് പഠിച്ചുകൊണ്ട് എല്ലാം കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. അന്നേരം ഇങ്ങനെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പം ഞാനിങ്ങനെ എല്ലാം ഒരു ദൈവം കൊണ്ട് നടക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോഴും അത് ദൈവത്തിൻ്റെ ഒരു സ്പർശം. ഞാൻ അങ്ങോട്ട് എറണാകുളത്തിന് പോകുന്നതിന് മുന്നേ അജിയോട് പറഞ്ഞു എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ അത് എന്തോ ഒരു ദൈവിക സ്പർശം മമ്മൂക്കയിലുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു അടുത്ത് ഒതുങ്ങിയിരിക്കുന്ന നമ്മളെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ അത്. പിന്നെ എന്തോ എല്ലാവരും എന്നോട് പറയും എൻ്റെ മുഖത്ത് എപ്പോഴും ചിരി, ആ ചിരി ഞാനധികം അറിയുന്നില്ല. അങ്ങനെ ഞാൻ ചിരിക്കുന്ന ഞാനധികം അറിയുന്നില്ല, പക്ഷേ എല്ലാവരും പറയും എപ്പോഴും ചിരിയുണ്ടെന്ന്. അപ്പം എപ്പോഴും ഞാനോർക്കും നമുക്ക് ഇങ്ങനെ ഓരോ രോഗങ്ങളും വേദനകളൊക്കെ ഉള്ളപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ട് നമ്മളിങ്ങനെ ബാക്കി മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ച് വർത്തമാനം പറയുന്നത് കാണുമ്പോൾ നമ്മളെ കാണുമ്പോഴും അവർക്കും ഒരു സന്തോഷം. നമ്മളിങ്ങനെ സങ്കടം അല്ലാതെ സന്തോഷത്തോടെ ദൈവം ഇത്രയോ എനിക്ക് തന്നിട്ടുണ്ടല്ലോ അജിയും മോനെയൊക്കെ. അവരെപ്പോഴും എന്നെ ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ ഇവിടെ ഞങ്ങളെല്ലാവരും എപ്പോഴും അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അമ്മയായി
6 മാസത്തിനകം മകൻ മസ്തിഷ്ക രോഗിയാണെന്നറിയുക. അവന്റെ ചികിത്സകളുമായി നെട്ടോട്ടമോടുമ്പോൾ ആണ്ടുകൾക്കകം താൻ അന്ധയാകുമെന്നറിയുക. ഈ ദുർവിധി നേരിടുന്ന യുവതി എന്തു ചെയ്യും? ജാസ്മിൻ ചെയ്തത് പൊരുതുകയാണ്. കോട്ടയത്തെ മേരിലാൻഡിൽ ജനിച്ചു. ഇക്കണോമിക്സിൽ ബിരുദമെടുത്തു. സ്വന്തം സംരംഭം തുടങ്ങണമെന്ന് നിശ്ചയിച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യലും ഹോം സയൻസും പഠിച്ചു. ആ മോഹങ്ങളോടെ ഇടുക്കിയിലെ തുടങ്ങനാട്ട് പലചരക്ക് കച്ചവടക്കാരനായ അജിയെ കല്യാണം കഴിച്ചു. ഓമൽ കിനാവുകൾ മധുരിതമാക്കിയ ജീവിതത്തിൽ അശനിപാതമേൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കൺമണി അഖിൽ സെറിബ്രൽ പാൾസി ബാധിതനാണ് എന്ന് സ്ഥിരീകരിച്ചു. മണിപ്പാൽ മുതൽ ചെന്നൈ വരെ ഓടി നടന്നു. കുഞ്ഞിനെ ചികിത്സിക്കുമ്പോൾ കാലം 2ാമത്തെ ആഘാതമേൽപ്പിച്ചു. ജാസ്മിന് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. അതിനർത്ഥം പതിയെ പതിയെ ജാസ്മിൻ പൂർണ്ണമായും അന്ധയാകും എന്നതായിരുന്നു. വേളാങ്കണ്ണി പള്ളിമുറ്റത്ത് കണ്ട ഒരു മലയാളി പുരോഹിതനാണ് എന്തെങ്കിലും സംരംഭം തുടങ്ങൂ എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പക്കാരിയായി. അമ്മ പണ്ട് വീട്ടിലുണ്ടാക്കിയ കൂട്ട് ജാസ്മിനെ നയിച്ചു. ആ ചേരുവയിൽ തന്റേതായ മാറ്റം വരുത്തി നെയ്യപ്പമുണ്ടാക്കി അജിയുടെ കടയിൽ വെച്ചു. പിന്നെ ഉണ്ടായത് ചരിത്രം. അയ്യായിരത്തിനെ ഊട്ടിയ വേദപുസ്തകത്തിലെ 5 അപ്പം പോലെ ജാസ്മിൻ ഉണ്ടാക്കിയ 20 കൂട് അപ്പം കാലമേറ്റെടുത്തു. ഇന്ന് അൽഫോൻസാമയുടെ ഭരണങ്ങാനം പള്ളിയിലെയും തീർത്ഥാടന കേന്ദ്രത്തിലെയും നേർച്ചയപ്പമാണത്. ഒപ്പം മലബാറിലടക്കം 8 രൂപതകളിലെ പള്ളികളിലെ നൈവേദ്യ അപ്പവും. അഖിലിന്റെ അപ്പു എന്ന ഓമന പേരിൽ നിന്നാണ് അപ്പൂസ് ഫുഡ്സ് എന്ന വിളിപ്പേര് പിറന്നത്. ഇന്ന് അപ്പൂസ് വിളിപ്പേരിനും അപ്പുറമാണ്. അപ്പൂസ് ഇന്ന് വിജയിച്ച ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡ്. ഇപ്പോൾ ജാസ്മിൻ പരിപൂർണമായും അന്ധ. പക്ഷേ ഇന്നും അപ്പത്തിന് മാവ് കുഴയ്ക്കുന്നതും വീട്ടുപണികൾ ചെയ്യുന്നതും ജാസ്മിൻ തന്നെ. കണ്ണ് കാണാതാകുമെന്ന് ഉറപ്പായപ്പോൾ കണ്ണുകെട്ടി ജോലി ചെയ്ത് ശീലിച്ചു. ഒരു ഡോക്ടറും പറഞ്ഞിട്ടല്ല അത് ചെയ്തത്. അന്ധതയെ അതിജീവിക്കാൻ സ്വയം കണ്ടെത്തിയ വഴി. അങ്ങനെ ജാസ്മിൻ തന്നെ വെല്ലുവിളിച്ച കാലത്തെ നോക്കി ചിരിക്കുന്നു. അൽഫോൻസാമയുടെ കഴിഞ്ഞ തിരുനാൾ ആഘോഷ ദിവസങ്ങളിൽ 7 ലക്ഷം അപ്പമുണ്ടാക്കിയവരുടെ മൊണാലിസ ചിരി. ആ 10 ദിവസങ്ങൾ കൊണ്ട് 30ഓളം വീട്ടമ്മമാരിലേക്ക് 2 ലക്ഷം രൂപ കൂലിയായി എത്തിച്ച കാവൽ മാലാഖയുടെ ചിരി. നിത്യരോഗിയായ മകൻ കുടുംബാംഗങ്ങളായി മാറിയ ജോലിക്കാരികൾക്കൊപ്പം ഉല്ലാസ ജീവിതം നയിക്കുന്നത് കണ്ട മാതാവിന്റെ ചിരി.
തോരാ കണ്ണീര് തുടയ്ക്കേണ്ട കൈകൾ കൊണ്ട് പോയ വർഷം 75 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്തവളുടെ വിജയച്ചിരി. 3.5 കോടി മലയാളികൾക്ക് മുന്നിലേക്ക് വിളിച്ചു നിർത്തി ഭരത് മമ്മൂട്ടി ആദരിക്കുന്നു. കൈരളി ചെയർമാന്റെ ഇത്തവണത്തെ പ്രത്യേക പുരസ്കാരം അപ്പങ്ങളുടെ ഈ അമ്മയ്ക്ക്, ജാസ്മിൻ അജിക്ക്. എങ്ങനെയായിരുന്നു പണ്ട്, അതായത് ചേച്ചിക്ക് ഇങ്ങനെ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പൊരു നോർമൽ, എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായിരുന്നു? മകൻ ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ? എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? 25-ാമത്തെ വയസ്സിൽ. അപ്പം ആ സമയത്ത് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഡ്രൈവിങ്ങും പഠിച്ചായിരുന്നു. അപ്പം അത്യാവശ്യം ജീപ്പാണ് ഓടിച്ചിരുന്നത്? പഠിച്ചത്. അല്ല, അന്നൊക്കെ ആ കാലത്തൊക്കെ ജീപ്പ് ഓടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ധൈര്യമൊന്നും പോരാ. പഠിച്ചത് വണ്ടി ഓടിക്കാറില്ലായിരുന്നേ. അപ്പം ഇങ്ങനെ ഇത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് മോനൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് ഇവന് ഉണ്ടായി കഴിഞ്ഞപ്പോഴും അറിയത്തില്ല, ഇങ്ങനെ അവൻ കോടി ചുറ്റിയായിരുന്നു 2 പ്രാവശ്യം. പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമോ ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോർമൽ രീതിയിൽ ഇങ്ങനെ പോകുന്നു. പക്ഷേ 6 മാസമായപ്പോഴും ഇവൻ കമലാതെ വന്നപ്പോഴാണ് നമുക്കൊരു സംശയമായിട്ട് പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പോഴാണ് തല സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് ബ്രെയിനിൽ. അങ്ങനെ സെർബൽ പാൾസി, ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ ബ്ലഡ് ക്ലോട്ട് ചെയ്തതാണ് അതിന് കാരണമായത്. അങ്ങനെ അപ്പം തുടങ്ങി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആരംഭിച്ചു. കോട്ടയത്തായിരുന്നു ആദ്യം. പിന്നെ വലിയ മാറ്റം വരാത്തതുകൊണ്ട് മണിപ്പാലിന് കൊണ്ടുപോയി 1 വർഷം അവിടെയും ചെയ്തു. ഇപ്പം നമുക്ക് ഇവനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയും ദൂരമൊക്കെ കൊണ്ടുപോയി ഒരാഴ്ചയൊക്കെ അവിടെ നിന്ന് ഫിസിയോതെറാപ്പിയൊക്കെ കണ്ട് പഠിച്ച് ഇവിടെ നമ്മൾ ചെയ്ത്. ഓർക്കുന്നുണ്ട്? നീ ഓർക്കുന്നുണ്ട്? ഇപ്പം നമ്മുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് ആ ഒറ്റ ഉദ്ദേശത്തോടെ നമ്മളിതെല്ലാം നോക്കി കണ്ടു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ അറിയാൻ തുടങ്ങിയത്. അറിയാന്ന് പറഞ്ഞാൽ കാഴ്ച ചില സമയത്ത് ഒരു സൈക്കിളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക്, ഞാൻ പെട്ടെന്ന് ഒരു പ്രാവശ്യം ബസ്സേ കയറാനായിട്ട് പോയപ്പോൾ ഒരു സൈക്കിൾ പെട്ടെന്ന് സൈഡിൽ കൂടെ വന്ന് ഞാൻ കാണാതെ വന്നു. അപ്പം അന്ന് അജി എൻ്റെ കൈ പിടിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കുറേ നാളുകൾക്ക് ശേഷം ഒന്നും കൂടെ ഇങ്ങനെ വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല. അജി ചോദിച്ചാൽ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരു സംശയമായി. അങ്ങനെയാണ് അവിടെ ശങ്കർ നേത്രാലയ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. കുറേ ടെസ്റ്റുകളെല്ലാം അവർ നടത്തി കഴിഞ്ഞപ്പം പറഞ്ഞു നെർവ് വീക്കാകാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ഇതിപ്പം കാഴ്ച കുറയല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ സൈക്കിളൊക്കെ തന്നെ നമ്മൾ നോർമലായിട്ടല്ലാതെ നമുക്ക് ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ കാണാതെ വരുമല്ലോ. അങ്ങനെ അല്ലാതെ പെട്ടെന്ന് കാഴ്ച കുറയല്ല. 65-70 വയസ്സായിട്ടേ കാഴ്ച കുറയുള്ളൂ. പക്ഷേ ഇതിന് നെർവ് വീക്കാകുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയും ഈ കണ്ണിൻ്റെ അസുഖത്തിന്. പക്ഷേ ഇതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എല്ലായിടത്തും റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ, മെഡിസിൻ ഒന്നും ആയിട്ടില്ല. അപ്പം ശരിക്കും പറയാം നമ്മുടെ ചങ്കിന് ഭയങ്കര ഒരു ഇതാ. കാരണം മോനെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ഇതും കൂടെ വരുന്നത്. ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും ശരിക്കും വെള്ളാങ്കണ്ണി പള്ളി പോകുന്നത് എല്ലാ വർഷവും പോകുമായിരുന്നേ. അങ്ങനെ പോയപ്പോൾ ഒരു അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചൊരു മലയാളി അച്ഛനൊക്കെ ആയിട്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ മോൻ്റെ കാര്യവും എൻ്റെ കണ്ണിനിങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും വീട്ടിലൊരു ചെറിയ ബിസിനസ് പോലെ തുടങ്ങുന്നത്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒത്തിരി സങ്കടം വരും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറുത് നമുക്ക് വീട്ടിൽ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അന്നേരം എന്നാ അങ്ങനെ ചിന്ത ഇല്ലല്ലോ, എന്താ ചെയ്യണ്ടേ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്നാ. അതിന് ശേഷം ഞാൻ ചുമ്മാ വെറുതെ വീട്ടിലൊന്ന് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കി. എൻ്റെ അമ്മച്ചിയൊക്കെ മരിച്ച അങ്ങനെ ആണ്ടിനൊക്കെ ഓർമ്മ ദിവസത്തിനൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിമാരും അമ്മച്ചിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ഓർമ്മ വെച്ച് ഞാൻ ഒന്നുകൂടെ അവരോടൊക്കെ ചോദിച്ച് ഞാൻ എൻ്റേതായുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു. അജിയുടെ അമ്മയുണ്ടെന്ന്, അമ്മയൊക്കെ നല്ല. അപ്പം പിന്നെ ഒരു ദിവസം കൂടി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അജിക്ക് എന്ന കടയുണ്ടായിരുന്നു, അങ്ങനെ ആണ് ഇതങ്ങ് ആരംഭിച്ചത്. ശരി, സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എത്ര അപ്പം ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലെ കടയിലൊക്കെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കടയിൽ അജിയുടെ കടയിൽ തന്നെയാണ് അരി പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വന്നു ഇല്ല. അത് കഴിഞ്ഞ് 20 പാക്കറ്റാക്കി കടയിൽ കൊണ്ടുവച്ചു. അത് പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതാന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും മേടിച്ച് പെട്ടെന്ന് അങ്ങ് തീർന്നു. പിന്നെ നമ്മൾ ഇതെങ്ങനെ ഒരു ബിസിനസ് ആക്കുന്ന കാര്യത്തെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ ചോദിച്ചു നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കി വെക്കാൻ മേലെ.
അതിലൊന്നാണ് അങ്ങനെ അന്നേരം അജി പറഞ്ഞു നമുക്കെന്നാ ഈ അച്ഛൻ പറഞ്ഞല്ലോ ഇത് വീട്ടിലെ ജോലിയെല്ലാം കഴിയുമ്പോൾ നമ്മുടെ യാതൊരു വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലെ അരി സാധനങ്ങളൊക്കെ അജിയുടെ കടയിൽ നിന്ന് എടുക്കുന്നു. അന്നേരം എടുത്തു കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ ഇപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അജി പറഞ്ഞു ഈ പൈസ നീ തന്നെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് അജിയുടെ കയ്യിൽ ഇരുന്നോട്ടെ. അപ്പം പറഞ്ഞു അല്ല നീ ഇത് സൂക്ഷിക്കണം, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ അല്ലാതെ ഇത് ഇച്ചിരി വലുതാകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വലുതാക്കണം. മാറ്റി വെച്ച് അത് മാറ്റി വെക്കാതെ കൂടി വരുന്ന കാണാൻ തന്നെ ഒരു അങ്ങനെ ആദ്യം വേറൊരു ചേച്ചിനെ കൂടെ സഹായത്തിന് ഇച്ചിരി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരാളെ ആക്കി. അപ്പൊ എനിക്കെന്നാ മോനെ നോക്കാനൊക്കെ ആയിട്ട് ഒരാളുണ്ടായിരുന്നേ അടുക്കളയിൽ. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയത്. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇച്ചിരി അളവ് കൂട്ടി കഴിഞ്ഞപ്പോൾ ഒരാളെയും കൂടെ ആക്കി. അപ്പം ഞങ്ങള് മറ്റേ സാധാരണ സ്റ്റൗവിൽ അപ്പൊ ഞങ്ങള് ഒരാളെയും കൂടെ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റൗവും കൂടെ മേടിച്ചു. അത് ഇതിനകത്തുനിന്ന് കിട്ടുന്ന അത് കഴിഞ്ഞ് അത് മേടിച്ചു, അതിനുള്ള പാത്രം മേടിച്ചു. പിന്നെ ഇച്ചിരി അളവ് കൂടുന്നതിനനുസരിച്ചാണ് ഇത്. പക്ഷേ ഇങ്ങനെ രണ്ട് സ്റ്റാഫിനെ ആക്കി ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഉണ്ടാക്കുന്നു. അവർ വന്ന് ഉണ്ടാക്കുന്നു, അത് കഴിയുമ്പോൾ അവർ പോകുന്നു. ഞങ്ങൾ ബാക്കി പരിപാടികളൊക്കെ ഇതൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ മുഖത്തിന് ഭയങ്കരമായിട്ടൊരു വേദന വന്നേ. ഇവന് മോനെയും കൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ട് കസേരയിൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് ഇവിടെ എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന പോലെ ഒരു ഫീലിങ്, മൊത്തം ഇടിഞ്ഞ് എന്തോ ഒരു ഒഴുകുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ പിന്നെ പെട്ടെന്ന് വാഷ് ബേസിൻ തുപ്പി നോക്കി വല്ല ബ്ലഡ് ആയിരിക്കും നോക്കി. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷെ ഭയങ്കര കട്ടുകഴുപ്പും വേദനയും മുഖത്തിൻ്റെ ഒരു സൈഡ്. പിന്നെ ഒന്നുകൂടെ അതുപോലെ തന്നെ പെട്ടെന്ന് ഒന്നുകൂടെ വന്നപ്പം ഞങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ന്യൂറോയെ കാണണം എന്ന് പറഞ്ഞു. ന്യൂറോയെ കണ്ട് MRI എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അമൃതയിൽ MRI ഒക്കെ എടുത്തപ്പോൾ ഉണ്ട് ട്രൈജീമിനോറാൾജി എന്നും പറഞ്ഞൊരു അസുഖം. അതായത് മുഖത്തെ 2 മെയിൻ ഞരമ്പുകൾ കൂട്ടിമുട്ടുന്നതായിരുന്നു. അതിന് ആ സമയത്ത് ഞാനാണ് ഈ മാവൊക്കെ കുഴച്ചു കൊടുക്കുന്നതൊക്കെ. ഇപ്പം ഞാനിത് നെയ്പ്പുണ്ടാക്കുന്നത് നിർത്തിവെച്ചു. ഒരു 2 വർഷത്തോളം അതിന് മെഡിസിൻ എടുത്തു. വൈക്കത്തും ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിൽ അമൃതായി എന്നൊക്കെ ആയിട്ട്. പിന്നെ വേദന കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും 2 വർഷം എടുത്തില്ല, വേദന കുറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നെയ്പ്പുണ്ടാക്കാനായിട്ട് തുടങ്ങി. അല്ല, അതിനിടയിൽ ചോദിക്കണമല്ലോ, കാരണം ഈ ഘട്ടങ്ങളിലൊക്കെയും അജിച്ചേട്ടൻ കൂടെ ഉണ്ട്. അതായത് മകൻ ആദ്യം ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു, അപ്പോൾ തന്നെ ഫാമിലിയിൽ ഒരു സങ്കടം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ പിന്നാലെ ചികിത്സയുമായിട്ട് പോകുന്നു. പിന്നീടാണ് ഈ ഒരു ഘട്ടം ജാസ്മിൻ ഫേസ് ചെയ്ത് തുടങ്ങുന്നത്. ലക്ഷണങ്ങൾ വരുന്നു, 65-ലൊക്കെ കാഴ്ച പോകണമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരികയാണ്. ജാസ്മിൻ എങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു? അതായത് നല്ല ബോൾഡായിരുന്നോ, അതോ എന്തിനും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇത്തരം ഘട്ടങ്ങളെയൊക്കെ അജിച്ചേട്ടൻ ജാസ്മിനിൽ എങ്ങനെയാണ് കണ്ടത്? ജാസ്മിനെ ഞാൻ കല്യാണം കഴിയുമ്പോൾ സ്മാർട്ടായിരുന്നു. കാരണം ഡ്രൈവിംഗ് അറിയാതെ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കിടത്തൊന്നും പോകണ്ടല്ലോ, എൻ്റെ വണ്ടി കൊണ്ട് പോകുമായിരുന്നു. നന്നായി ഡ്രൈവ് ചെയ്യാൻ. അത് കാഴ്ച നന്നായിട്ട് കുറഞ്ഞതിന് ശേഷവും ചെറിയ വഴികളെല്ലാം വണ്ടി ഓടിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഗിയറൊക്കെ മാറും, ക്ലച്ച് കേട്ട് അതൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. അത് കണ്ട് കൂടുതൽ പോരുമ്പോൾ അപ്പം ഇങ്ങനെ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയാലും കുറയാൻ തുടങ്ങിയാലും ആദ്യത്തെ ഒരു കുറച്ച് നാൾ ചില വേദന നിറഞ്ഞ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത്തെ കാരണം വെച്ചാൽ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും, ജാസ്മിനെ ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മോനും നിങ്ങളൊരു മുറിയിലാവും. എൻ്റെ അവസ്ഥയും ഇച്ചിരി മോശമാവും, എനിക്ക് പുറത്തിറങ്ങാനൊന്നും സാധ്യത. അന്നേരം എനിക്ക് വെച്ചിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ജാസ്മിൻ അതിനെ അതിവിദഗ്ധമായ രീതിയിൽ തരണം ചെയ്തു. അത് വല്ലാത്തൊരു സംഭവം. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചാണ് ആദ്യം പ്രാക്ടീസ് ചെയ്ത്. കണ്ണടച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്തു വീട്ടിലെ ജോലി. അപ്പോൾ സംശയം എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. എങ്ങനെ ഈ കണ്ണിന്റെ കാഴ്ച കുറച്ച് നാൾ അത് ജാസ്മിൻ പറയും, കണ്ണിന് സർജറി ഒക്കെ ചെയ്തായിരുന്നു. ആ സർജറി ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. അപ്പം അത് 60 ദിവസമൊന്നും ആകല്ല, അതിന് മുമ്പ് തന്നെ പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ള ആ സന്തോഷത്തോടെ ജീവിക്കാന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ കണ്ണടച്ച് പിടിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ എല്ലാ ജോലികളും ചെയ്യുന്നതും. ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ പറയാൻ കേട്ടോ, കുറേ നാളുകൾ ചെയ്തു. ഇപ്പോഴാണ് ഇപ്പോൾ ഈ മുണ്ടിന്റെ ഭക്ഷണം ഉപയോഗിക്കുന്ന പോലെ ജാസ്മിൻ മുക്കി തരുന്നത്. എനിക്കൊരു ജോലിയില്ല, തേക്ക് കൊടുക്കുക, പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതെല്ലാം ഉജാല മാത്രം ഒഴിച്ചു കൊടുക്കണം, എല്ലാം റെഡിയാക്കി തരുന്ന എല്ലാം ജാസ്മിൻ. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു
ഭാഗ്യവാൻ തന്നെയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലികളും അതെല്ലേ ഭംഗിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. വീട്ടിലെ ജോലികളും ജാസ്മിനിൽ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ദോശ ഒരാളുടെ സഹായത്തിന് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കും. ചായ ഉണ്ടാക്കുന്ന വീട്ടിൽ ഞാൻ തന്നെ ചായ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ തിളച്ച് വരുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അതങ്ങനെയുള്ള കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയില്ല ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ദൈവം എങ്ങനെയോ എൻ്റെ മനസ്സ് പോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം വെച്ച് കഴിയുമ്പോൾ ഇത് ജാസ്മിൻ പറയും, ഇത്ര കഴിയുമ്പോൾ പറയും. ഞാൻ അതുകൊണ്ട് എൻ്റെ കാര്യം തിരിച്ചതുപോലെ തന്നെ ഒരേ ചിന്താഗതിയാണ്. അതെങ്ങനെയാണ് ദൈവം കൂട്ടി കഴിപ്പിച്ചു സന്തോഷത്തോടെ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ ഭാര്യാഭർത്താക്കന്മാരെല്ലാം ഞങ്ങൾ തമാശയൊക്കെ പറയും, ഇരുന്നാണ് ഭാഷ പറയും, കൈ പിടിച്ച് നടക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് ഈ കാഴ്ച പോകും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് കണ്ണടച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം, അങ്ങനെ അത് എപ്പോഴാണ് തോന്നി? അത് ഏതൊരു ഘട്ടത്തിലാണ് അങ്ങനെ സ്വയം തോന്നിയത്? ഞങ്ങളൊരു 2006 പുതിയൊരു വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പുറകിലൊരു വർക്ക് ഏരിയ കുറച്ച് ഒരു 4 പേർക്ക് നിന്ന് നെയ്യപ്പുണ്ടാക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കി. അവിടെ ഞങ്ങൾ ഒരാഴ്ച 3 ദിവസമൊക്കെ ഒരു നെയ്യപ്പുണ്ടാക്കും. 4-6 പേര് സ്റ്റാഫ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ പതുക്കെ കാഴ്ച കുറയാൻ തുടങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാ വർഷവും ചെന്നൈയിൽ തന്നെ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, ശങ്കർ നേത്രാലയിൽ. ഞാൻ അപ്രാവശ്യം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കത് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ അപ്പം ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു സൈഡ് വ്യൂ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സൈഡ് വ്യൂ കൂടാതെ കാറ്ററാക്റ്റ് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരുന്നതാണ്. അത്രയും ചെറിയപ്പത്തിലെ അങ്ങനെ സാധാരണ കാറ്ററാക്റ്റ് വരുന്നതല്ലല്ലോ. അപ്പം നമുക്ക് ആ കാറ്ററാക്റ്റിന് സർജറി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പം ഞങ്ങൾ അവിടെ തന്നെ സർജറി ചെയ്യുക. അപ്പം കുറച്ചുകൂടെ കാഴ്ചയ്ക്ക് നല്ല വ്യത്യാസം വന്നെങ്കിലോ എന്നോർത്ത് ചെറിയൊരു മങ്ങലേ ഉള്ളൂ. മങ്ങല പിന്നെ സൈഡിൽ നിന്ന് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പക്ഷേ സർജറി ചെയ്തതിലും എനിക്ക് കാഴ്ചയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നില്ല. നെർവ് കുറഞ്ഞു വരുന്നതായിരുന്നല്ലോ, വീക്കായിട്ട് വരുന്നതുകൊണ്ട്. അങ്ങനെ സർജറിക്ക് ശേഷം ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കാനൊക്കെ കൂടുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് മാറി, കാഴ്ച സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കുന്ന മാറി. അപ്പോൾ ഈ കാഴ്ചയും കൂടെ കുറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി. അപ്പോൾ അതും അജി ഇപ്പം പറഞ്ഞല്ലോ എന്നോട്, ഇങ്ങനെ ഞാൻ എല്ലാവരോടും പറയും മോൻ്റെ അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് വേറെ ആയുർവേദമൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒപ്പം എൻ്റെ കണ്ണിൻ്റെയും കൂടെ കാഴ്ച കുറയാൻ തുടങ്ങുന്നു എന്ന് ഞാൻ എല്ലാവരോടും പറയുമ്പോൾ പറയും, അയ്യോ ഇനിയപ്പോൾ അവരുടെ മനസ്സിലെ ഒരു സംശയം ആശങ്കയൊക്കെ. അവർ ശരിക്കും പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. മോനിങ്ങനെ നടക്കാറായില്ല, പക്ഷേ എൻ്റെയും കൂടെ കണ്ണിൻ്റെ കാഴ്ച കുറയെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യും ഇനി? ശരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വീടിൻ്റെ അകത്തായി പോകുമല്ലോ എന്ന് എന്നോട് പറയുമ്പം ശരിക്കും നമ്മുടെ മനസ്സിലിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും അങ്ങനെ. പക്ഷെ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചിരിച്ചണിക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നല, ഇങ്ങനെ കാഴ്ച കുറഞ്ഞു പോയെങ്കിൽ ഞാൻ നേരത്തെ മുഴുവനായിട്ടും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ മനസ്സിലാവും. അപ്പം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ജീവിതം ഇങ്ങനെ ഇത്രയും ചെറുപ്പമായിട്ടുള്ളൂ, കൊച്ചും ഇങ്ങനെ. അപ്പം എൻ്റെ ജീവിതം ആർക്കും ബുദ്ധിമുട്ടാകരുത്. അജിക്ക് ഞങ്ങൾ രണ്ടും കൂടെ മേലാണ്ടിരുന്ന അജിക്ക് ശരിക്കും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, അജി എന്ത് ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ നോക്കുക. അതുപോലെ നമ്മുടെ കൂടെയുള്ളവർക്കും സങ്കടമല്ലേ, എൻ്റെ സഹോദരങ്ങളുണ്ട്, അജിയുടെ സഹോദരൻ ഉണ്ട് അടുത്തപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമല്ലേ നമ്മുടെ ഇത്. അപ്പം ഞാൻ ഓർക്കും ഇതിനെയൊക്കെ എങ്ങനെ തന്നെ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനസ്സിലെ ചിന്ത. അതിനെൻ്റെ ദൈവത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതിനുള്ളൊരു ശക്തി തരണം. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്നാൽ അടുക്കളയിൽ അത്യാവശ്യം സഹായിക്കാൻ ആളുണ്ട്, പക്ഷേ ഞാൻ ഓർക്കും ഈ കാഴ്ച പോയെങ്കിൽ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്ന് അരിയാൻ. അപ്പം ഞാൻ ചുമ്മാ നിൽക്കുമ്പോൾ കണ്ണടച്ച് പിടിച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു നോക്കി. അപ്പം ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, കണ്ണടച്ച് പിടിക്കുമ്പോൾ ഇത് കത്തി എവിടെയത്. അപ്പം പക്ഷേ പിന്നെ അതങ്ങ് ആയി വന്നു. പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ നുറുക്കുമ്പോൾ ഈ നിലത്ത് വെച്ചാണ് അന്ന് ഇറച്ചി നുറുക്കുന്നത്. അവിടെ ഇരുന്നിട്ട് ഒരു കത്തിയൊക്കെ നിലത്ത് വെച്ച്, അപ്പം ഞാൻ കത്തിയൊക്കെ നിലത്ത് വെച്ചിട്ട് ഇറച്ചിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പതുക്കെ കണ്ണടച്ച് പിടിച്ചിട്ട് നോക്കും, ഈ ഇറച്ചി എടുത്ത് കത്തിയിലോട്ട് വെച്ചൊക്കെ നോക്കും. അപ്പോഴും നമുക്കൊരു ഊഹമൊന്നും കിട്ടിയില്ല. പക്ഷേ പിന്നെ നമുക്കത് വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റും. ആരും ഉള്ളപ്പോൾ ഞാൻ ആരോടും സമയം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അന്നേരമാണിത്
പറയുന്നത്? ഒരാളുടെയും നിർദ്ദേശം സ്വന്തം മനസ്സിൽ തോന്നിയ കാര്യം അത്. അപ്പം പിന്നെ കപ്പയൊക്കെ പൊളിക്കുമ്പോഴാണെങ്കിലും തന്നെ കത്തി കൊണ്ട് പൊളിച്ച് ഞുറുക്കാൻ തുടങ്ങി. പിന്നെ ചക്കയൊക്കെ കീണ്ടുമ്പോഴാണെങ്കിലും ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച്. പിന്നെ അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ അറിയാതെ എങ്ങാനും കണ്ണ് തുറന്നു. അപ്പം ഞാൻ പതുക്കെ കണ്ണൊന്ന് കെട്ടിവെച്ച്, ആരും ഇല്ലാത്തപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ആരും കാണുമില്ല അറിയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പതുക്കെ നിനക്കും അറിയില്ല. അപ്പൊ കണ്ടില്ല അത്? ഇല്ല. പിന്നെ ഇങ്ങനെ കുഴപ്പമില്ലാതെ മുന്നോട്ട് സാധനങ്ങളെല്ലാം നുറുക്കാൻ തുടങ്ങി. അപകടം വേറെ ഒന്നും സംഭവിച്ചില്ല, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ചക്ക മുറിച്ചപ്പം എൻ്റെ പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് മുറിഞ്ഞ് ചെറുതാക്കി വലിയതായിട്ടുള്ള മുറിച്ചപ്പോൾ അത് പിന്നെ ഞാൻ ചക്ക മുറിക്കുകയല്ല, പക്ഷേ ഇരിയാനും പെറുക്കാനും അങ്ങനത്തെ കീന്താനൊക്കെ പറ്റും. അങ്ങനെ എല്ലാം അങ്ങനെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പോന്നു. ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് ഭരണങ്ങാനത്തെ ഒരു ഓർഡർ അൽഫോൻസാമയുടെ തീർത്ഥാടന അൽഫോൻസാമയുടെ ഇടവകപ്പള്ളി എന്നായിരുന്നു ഭരണങ്ങാനത്ത് നിന്ന് 1000. അപ്പം ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി, പലയില സന്ധ്യയിൽ അങ്ങനെയൊക്കെ അങ്ങ് പല കടകളിൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ഒരു 1000 കിലോയുടെ ഓർഡർ ചോദിച്ചു. അപ്പോൾ 1000 കിലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 4 സ്റ്റാഫ് 2 പേര് എക്സ്ട്രാ അങ്ങനെ. അപ്പോൾ ഞാൻ അജിയോടും പറഞ്ഞപ്പം നമുക്ക് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്നും ഒരു മനസ്സിൽ പോലും തോന്നില്ലായിരുന്നു. 1000 എണ്ണല്ലോ, അന്നേരം ഞങ്ങൾ പിന്നെ കുറച്ച് പേരും കൂടെ പെട്ടെന്ന് പഠിപ്പിച്ചു. പിന്നെ അതിന് വേണ്ട പാത്രങ്ങളെല്ലാം വാടകയ്ക്കൊക്കെ എടുത്ത് ഞങ്ങൾ അന്നേരം മുകളിലത്തെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു 200 കിലോയും കൂടെ ചോദിച്ചു. അങ്ങനെ ഈ 1200 കിലോയും അല്ലാതെ നമുക്ക് നോർമൽ കടകളിൽ കൊടുക്കുന്നതെല്ലാം കൂടെ ഒരു 10 ദിവസം കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇതിനൊരു പ്രത്യേക, എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു രുചി അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യസ്തത ബാക്കിയുള്ള അപ്പം പോലെ അല്ലല്ലോ. ജാസ്മിൻ ചേച്ചി ഉണ്ടാക്കുന്ന ആരും സഹതാപ കണ്ണിലും അല്ല, അത് കഴിച്ചു നോക്കി ഇഷ്ടത്തോടെയാണല്ലോ അത് വാങ്ങുന്നത്. അതിനെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഉണ്ടല്ലേ? പാല് ചേർക്കും, കണ്ടിട്ടുണ്ടോ? പഴം ചേർക്കും, പഴമില്ല പറഞ്ഞു. അടുത്തത് പാല്, പഞ്ചസാര ഒക്കെ അല്ലേ? പഞ്ചസാര ഉണ്ട്. ഓക്കെ, അപ്പൊ കിട്ടി സീക്രട്ട് എല്ലാം കിട്ടി. തേങ്ങയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? എത്രണ്ണം കഴിക്കും ഒരു ദിവസം? ചിലപ്പോ കഴിക്കും, കഴിച്ചാൽ കൂടുതൽ എണ്ണം കഴിക്കും. കഴിച്ചു പോയാൽ കണ്ടോളാണ് കുറച്ചധികം കഴിക്കും. പിന്നെ പുള്ളിക്ക് പഴം കൊട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പഴം ഉണ്ടെങ്കിൽ പഴം നീക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 1200 പ്ലസ് നമ്മള് നോർമലി കൊടുക്കുന്നതെല്ലാം കൊണ്ട് ഉണ്ടാക്കി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു വഴിത്തിരിവായിരുന്നു ശരിക്കും. അത് നല്ല കഷ്ടപ്പെട്ട നമ്മൾ ഉണ്ടാക്കിയത്. കാരണം അന്ന് വലിയ മിഷനറീസ് ഒന്നുമില്ല. നമ്മൾ എല്ലാം കൈകൊണ്ട് വലിയ ചെറുപ്പത്തിലിട്ട് കുഴയ്ക്കുന്നു, പൊടിയെല്ലാം മിക്സ് ചെയ്യുന്നു, പുറത്ത് കൊണ്ടുപോയി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആ തിരുനാളിന് കൊടുത്തു 2 പള്ളികളിലോട്ടും. പിന്നെ നോർമൽ അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ 2011 സ്ഥിരമായിട്ട് അങ്ങോട്ടുള്ള ഭരണങ്ങാനത്ത് തീർത്ഥാടന കേന്ദ്രത്തിലോട്ടുള്ള ഞങ്ങൾക്ക് ഓർഡർ കിട്ടി. അന്നേരം ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പം അതിനിടയിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച 2008 കുറയാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ കുറഞ്ഞ് വന്നു, സൈഡ് വ്യൂ കുറഞ്ഞ് വന്നു. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇത് കുറഞ്ഞു വന്നു. അപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം എൻ്റെ അടുക്കള ചെയ്യാനുള്ള പണികളെല്ലാം ഞാൻ പഠിച്ചെടുത്തു. കണ്ണടച്ച് പിടിച്ച് ഞാൻ അത്യാവശ്യം എല്ലാം തന്നെ, ചില കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അങ്ങനെ പഠിച്ചെടുത്തു. ഏറ്റവും പ്രയാസം എന്താ ഈ കാഴ്ച പോയ സമയത്ത് ചെയ്യാനായിട്ട് ചേച്ചിക്ക് പ്രയാസം തോന്നിയത് എന്താ? ബാക്കി എല്ലാം ചേച്ചി പഠിച്ചെടുത്തു. ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും പ്രശ്നം വെച്ചാൽ നടന്നു പോകുമ്പോൾ ഭിത്തിക്ക് തട്ടുക മുട്ടുക എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ ഒരു പ്രശ്നം. അത്
അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അവിടെ അപ്പോസ്റ്റർ ചെയ്താലോ ഇങ്ങനെ നെറ്റി മുട്ടുന്ന ഭാഗമുണ്ടല്ലോ, ഈ നെറ്റി ഇങ്ങനെ ഇടയ്ക്ക് എല്ലാം ഒഴിച്ച് വരും. എന്തായാലും വേണ്ട ചെയ്യണ്ട, ഞാനെല്ലാം നോക്കട്ടെ എന്നിങ്ങനെ പറയും. ഇപ്പോൾ ഡോക്ടറെ കൊണ്ടേ കാണുന്നത് ഞങ്ങൾ നെറ്റി. അപ്പം ഡോക്ടർ പറഞ്ഞു നെറ്റി ഇവിടെ ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ്, തച്ചത് മുട്ടിയാൽ വലിയ കുഴപ്പമില്ല, വേറെ അങ്ങനെ സ്ഥലത്ത് അത് അടുത്ത സ്ഥലം അങ്ങനെയാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നിരന്തരം നടന്ന് കഴിച്ച ഫുള്ളായിട്ട് പോയപ്പോൾ ഈ തട്ടലും മുട്ടലൊക്കെ കുറഞ്ഞു ഇച്ചിരി ഉള്ളപ്പോഴാണ് കടന്നു പോകുന്നുള്ളൊരു വിചാരത്താലാണ് പോകുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു വെളിച്ചത്തിൽ നിന്ന് ചേച്ചി ഇരുട്ടിലേക്ക് പോയ മൊമെന്റ് ഓർമ്മയുണ്ടോ? ഈ ഇരുട്ടെന്ന് പറയാനേ നമുക്കത് അന്നേരം നമുക്കിങ്ങനെ ഓരോ സങ്കടം കുറഞ്ഞു വരുന്നത് നമുക്ക് ശരിക്കും അറിയാം. ഇപ്പം സൈഡ് വ്യൂ കുറഞ്ഞു വന്ന് സ്ട്രെയിറ്റ് ഒരാളുടെ മുഖത്തോട്ട് നോക്കി അതേ കാണത്തുള്ളൂ. പിന്നെ അതിന് മങ്ങലാകാൻ തുടങ്ങി. ആ മങ്ങലാകുന്ന നമ്മൾ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. അങ്ങനെ പിന്നെ അവസാനം പിന്നെ നമുക്കൊരു റൂമിൽ കയറി കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് ട്യൂബിലോട്ട് നോക്കിയാൽ അറിയാം ട്യൂബ് തെളിഞ്ഞോ ഇല്ലയോ എന്ന്. പിന്നെ വന്നപ്പം സ്വിച്ച് ഇട്ടിട്ട് നോക്കിയാലും അറിയത്തില്ല എന്നാന്ന്. പക്ഷേ ഇരുട്ടെന്ന് അത്ര പറയാൻ പറ്റത്തില്ല. ഒരു വെള്ള ഭിത്തിയിലോട്ട് നോക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് നോക്കിയാലും അങ്ങനെ തന്നെ, തുറന്നു നോക്കിയാലും അങ്ങനെ തന്നെ. അങ്ങനെ ഞങ്ങൾ അപ്പം 2011 തന്നെ മുഴുവനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഒന്നും അറിയത്തില്ലാത്ത പോലെയായി. പിന്നെ നമ്മളിങ്ങനെ നേരത്തെ കണ്ടുപിടിച്ചോണ്ട് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഏകദേശം അയാളുടെ പൊക്കവും ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പെട്ടെന്നൊരാൾ വന്ന കാഴ്ചയില്ലെന്നാരും പറയില്ല. ചില ആളുകൾക്ക് വരും. എന്ത് രസമെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് വന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുവേ ഇച്ചിരി കാണാമോ ചോദിക്കും, ശകലെല്ലാം കാണാമെന്നേ. അപ്പൊ എന്നിട്ടെല്ലാം നോക്കി നടന്ന് വർത്താനൊക്കെ പറയുമ്പോൾ പിന്നെ ഇച്ചിരി കാണാം. അപ്പൊ ഞാനും പറയും എനിക്ക് സംശയമാണ് ഇച്ചിരി കാണാം. അവരിങ്ങനെ നേരെ സംസാരിക്കുന്ന സംസാരത്തിലെ ആ നോട്ടം കണ്ടിട്ട് അവര് പഠിച്ചു വെച്ചേക്കുവായിരുന്നു ഇങ്ങനെ സൗണ്ട്. അപ്പൊ നമ്മൾ ശബ്ദം വരുന്നത് താഴെ നിന്നാണെങ്കിൽ ഇപ്പൊ ഹൈറ്റ് പറഞ്ഞ ആളാണ്, മേളിൽ നിന്നത് എല്ലാം കകലിൽ നിന്ന് പഠിച്ചു വെച്ചേക്കും. അപ്പൊ വീട്ടിലിപ്പം നടക്കാനും ഇതെല്ലാം സെറ്റായ അകത്തോടെ ഒന്നും ഒരു കുഴപ്പമില്ലേ. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഞാനൊരു കൈ പിടിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ യൂണിറ്റിൽ കൂടെ പോകുമ്പോൾ രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവർ ഇതെല്ലാം ജോലിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ പോകുമ്പോൾ ചിലപ്പം ക്രേറ്റോ കസേരയോ എല്ലൊക്കെ ഇടയ്ക്കിടെ ഇട്ടിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരാളുടെ കൈ പിടിച്ച് ഇപ്പോൾ എത്രയും ഈ പുറത്തോട്ട് ഇറങ്ങിയാലും മുറ്റത്തിന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാനൊരു കൈ പിടിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യം ഒരു കൈ കിട്ടിയാൽ ഇതിലെയും പോകാം. എന്തൊരു സ്റ്റെപ്പോ എന്നാണേലും നമുക്ക് അറിയാം, കുഴപ്പമില്ലേ. പിന്നെ ഇത്രയും ഇപ്പം 15ാമത്തെ വർഷമാണ് കഴിച്ച് പൂർണ്ണമായിട്ടും പോയിട്ട്. പക്ഷെ ഒരിടത്തും വീഴാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ പറയാം മാതാവ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ അന്ന് വേളാങ്കണ്ണിപ്പള്ളി വെച്ച് ഞാൻ പറയാം മാതാവ് അച്ഛനിലൂടെ പറഞ്ഞതാ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു വഴി ഇട്ട് തന്നു. പക്ഷെ അതിന് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു ആദ്യ സമയത്ത്. കാലഘട്ടം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിന്റെ എല്ലാ ജോലികളും ഞാൻ ചെയ്തത്. അപ്പം അരി പുറത്ത് കൊണ്ട് പൊടിപ്പിച്ച് വേറെ വണ്ടിക്ക് എല്ലാം കൊടുത്തു വിട്ട് എല്ലാം പൊടിപ്പിച്ച് ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് തേങ്ങ ചിരണ്ടണം. ചെറിയ ഗ്രൈൻഡർ ഉള്ളന്ന് അതെല്ലാം ചിരണ്ടി അത് മിക്സിയിൽ അരച്ച് അവരെ നോക്കില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെയാണ് പടിപടിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നത്. ഇനി ശരിക്കും നമുക്ക് ആ ചേച്ചിമാരുടെ വിഷയത്തിലും കൂടി വരണം. അന്ന് അത്രയും പേര് വന്നു അല്ലെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്. മീൻസ് നിങ്ങൾ ജോലി കൊടുത്ത ചേച്ചിമാരൊക്കെയാണ്. അപ്പം അത്രയും ചേച്ചിമാർക്ക് ജോലി കൊടുത്തു എന്ന് മാത്രമല്ല, ഞാനൊരു ഡെപ്പോസിറ്റ് കാര്യത്തിനെ കുറിച്ചുകൂടി കേട്ടു. അതിനെക്കുറിച്ചുകൂടി ഒന്ന് അജി ചേട്ടാ പറയോ? ഇവര് ആദ്യ കാലത്ത് സാലറി കൊടുത്തു വിടുമായിരുന്നു. ഫുള്ള് ഡെയിലി കൊടുക്കുമായിരുന്നു. ഡെയിലി കൊടുക്കുമ്പം അവരത് പിന്നെ അവരുടെ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു സേവിങ്സ് ആയിട്ടൊന്നും പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ പൈസ ഇല്ല എന്ന് തോന്നി. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു പണി കാണിക്കാം, പോസ്റ്റ് ഓഫീസിൽ വന്ന് ഞങ്ങൾക്കൊന്ന് ചെറിയ സേവിങ്സ് ഉണ്ട്, അപ്പോൾ ഇവരെ ഞങ്ങൾ ഉൾപ്പെടുത്താമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സിലേക്ക് ഇവരെ ആദ്യം ഇവർക്ക് ഇച്ചിരി മടിയുകയായിരുന്നു. എങ്ങനെ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ പൈസ കൊണ്ടുപോയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ വെച്ചിട്ട് കടമ്പിട്ടതും പിടിച്ചു, നമുക്കത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ജോലി ചെയ്തിട്ട് നമുക്കൊന്നും മിച്ചം ഉണ്ടാവില്ല, കിട്ടുന്ന പൈസ അങ്ങ് തീർന്നു പോകും. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ചെയ്യാൻ പഠിപ്പിച്ചു. ഒരു 5 വർഷത്തോളൊക്കെ ആദ്യം കുറച്ച് പേരാണ് ചേർന്നത്. 5 വർഷമൊക്കെ ആകുമ്പോൾ ഇവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടി, ഒന്നിച്ച് കൈ കിട്ടി, ഇൻട്രസ്റ്റ് ചെയ്തും കിട്ടി. അപ്പോൾ അത് അവർക്ക് പിന്നീട് പുതിയ ആൾക്കാർ ചേരാനും ഈ 1 എന്നുള്ളത് അവർ 2, 3, 4 ശരിക്കും ഉണ്ട്. ഇപ്പം ജാസ്മിനോട് ചോദിച്ചാൽ കൃത്യം എല്ലാം ജാസ്മിനെ കൈകാര്യം ചെയ്യും. ജാസ്മിൻ എൻ്റെ ബാലൻസ് പറയും. അവർക്ക് നല്ലൊരു അല്ലേ? അതെ, അവർക്ക് കാരണം ഇങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ കയ്യിലിരുന്ന പൈസ മുഴുവൻ ചിലവായി പോകും. പിന്നെ
ഇങ്ങനെ സൂക്ഷിക്കുന്ന പൈസ അവർക്ക് ഒരു പ്രാവശ്യം കിട്ടിക്കഴിയുമ്പം കൂടുതൽ സന്തോഷമാണ് ഒരുമിച്ചൊരു തുകയായിട്ട്. അപ്പോൾ അവർ വീണ്ടും ഇച്ചിരി വലുതേ കൂടുള്ളൂ ആ കൂടിയതിനേക്കാളും. പിന്നെ അത് പതുക്കെ 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ അടുത്ത ഒരെണ്ണം കൂടി ഒരു കൂടിയിടും. അങ്ങനെ അങ്ങനെ ഇപ്പോൾ നല്ല സേവിങ്സ് ഉണ്ട്. പിന്നെ പുതുതായിട്ട് വരുന്നവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു 10-14 പേർക്ക് എപ്പോഴും കൂടുതലായിട്ട് ഞാൻ അവരോട് നിർബന്ധമായിട്ട് ഇടണമെന്ന് പറയും. ബാക്കിയുള്ളവർക്കൊക്കെ കൊണ്ടുപോകാം, ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, പോസ്റ്റ് ഓഫീസ് അങ്ങനെയൊക്കെ ഇട്ട്. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റാഫ് എല്ലാവർക്കും തന്നെ അത്യാവശ്യം പിള്ളേരൊക്കെ പലരുടെയും വിദേശത്തുള്ളതും അത്യാവശ്യം വീട്ടിലിങ്ങനെ വേറെ ജോലിക്ക് പോകുന്ന അല്ലായിരുന്നു കൂടുതലും ആൾക്കാർ. പക്ഷേ അവരിവിടെ വരുമ്പം ഇവർക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസ ഇവർ സൂക്ഷിച്ച് ശരിക്കും ഒരു പിള്ളേരെ പഠിപ്പിക്കാനോ കല്യാണത്തിൻ്റെ ആവശ്യത്തിനോ വീട് പണിക്ക് അങ്ങനത്തെയൊക്കെ ആവശ്യത്തിന് അവർ ആ പൈസ എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, കാരണം ഇവരുടെ അധ്വാനത്തിൻ്റെ പൈസ ഇത് നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ ആണല്ലോ എന്ന് അവർക്ക് സ്വന്തമായിട്ട് പറയാലോ. മറ്റേ ഈ കുറച്ച് കിട്ടുമ്പോൾ അവരങ്ങ് തീർന്നു പോകും, അറിയില്ല. പിന്നെ ഇവർ നല്ല ഗോൾഡൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. അപ്പം ചെറിയ ഒരു ഇതെടുക്കുന്ന ഇപ്പം ഭയങ്കര വില. അപ്പം നല്ലൊരു അവർക്ക് നല്ലൊരു സൂക്ഷ്മമായിട്ട് മാറി സേവിങ്സും മറ്റിതൊക്കെ. പിന്നെ അങ്ങനെയല്ല ഇവർ നന്നായിട്ട് ഇപ്പം എല്ലാവരും നന്നായിട്ട് ഒരു കുറച്ച് പേരുടെ ആയിട്ട് ഒരു 50,000 രൂപയുടെ മുകളിൽ ഇവരുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഇപ്പം ഇടുന്നുണ്ട്. അതായത് പുതിയത് ജോലിക്ക് ഒരാൾ വരുമ്പോൾ ആദ്യം പറയുന്ന ഒരു ഡിമാൻഡ്സിൽ സ്ഥിരം ഉള്ളവർക്ക് എപ്പോഴും നമ്മൾ നിർബന്ധമായിട്ട് പറയുവേ ഒരു കാര്യമുണ്ട്, നമ്മുടെ അവിടെ ജോലി ചെയ്ത പൈസ മാത്രം ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ ചെയ്യുന്ന പൈസ മാത്രം അതിടാൻ പറ്റത്തുള്ളൂ. അല്ല പിന്നെ നമ്മൾ ഇവിടുന്ന് അത് ചെയ്യില്ല, അവർ വേറെ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ശമ്പളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് ജാസ്മിൻ പ്രത്യേകം വെച്ചുള്ള ഡിമാൻഡാണ്. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യാൻ വരാനും പിന്നെ ഇവരുടെ അത് അധ്വാനത്തിന്റെ പൈസ എന്നുള്ളതും. പിന്നെ എപ്പോഴും ഞാൻ പറയും, നമുക്ക് മക്കൾക്കൊക്കെയാണല്ലോ ഓരോ ജോലിയായിട്ട് അവരങ്ങ് പോകുമ്പോൾ നമുക്ക് ഇപ്പം ആരോഗ്യമുള്ളപ്പം പണിയുമ്പം ജോലി ചെയ്യുമ്പം അത് ഇച്ചിരി സൂക്ഷിച്ച് വെച്ചാലല്ലേ നമുക്ക് എന്താ പിന്നീട് ആണേലും നമുക്കൊരു ഉപകാരത്താൽ ആർക്കാണെങ്കിലും മക്കൾക്കോ ഭർത്താവിൻ്റെ ആവശ്യത്തിനോ എന്നാലും നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടേലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ. വലിയ കാര്യം. ഞാനത് നമ്മൾ ഫൈനലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കണം എനിക്ക് അജി ചേട്ടനോടും ജാസ്മിൻ ചേച്ചിയോടും. ഇന്ന് പാര മേക്കപ്പ് ഇട്ട് കൊടുത്തത് തനിയിടോ? എന്താണ് അവസ്ഥ? ഈ ഒരുങ്ങലൊക്കെ എങ്ങനെയാണ്? സാധാരണ ഞാൻ തനിയാണ്. ഇന്ന് ഇവിടെ അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചോ ഈ മാല സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? ഏകദേശം ഉണ്ട്. അപ്പൊ കളർ ഇതാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സാരി എല്ലാം ഞൊറിഞ്ഞെല്ലാം റെഡിയാകും. എല്ലാരും മനസ്സിലിരിക്കുന്നത് ഞാനാണ്. തന്നെയാണ് ഇതെല്ലാം എവിടെ പോകുമ്പോഴും അതിന്റെ ഇറക്കം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഈ സാരി എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കളറ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. അത് അല്ല സാരി എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോകുമ്പോൾ എനിക്കിഷ്ടമുള്ള ഇതാണ്. എൻ്റെ കൂടെ എൻ്റെ ചേച്ചിമാരോ അല്ലെങ്കിൽ അജിയുടെ ചേട്ടൻ ചേച്ചിമാരോ ആരെങ്കിലും വരും. അപ്പോൾ എൻ്റെ വീട്ടുകാരും അതുപോലെ 100% സപ്പോർട്ടാണ്. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പുറത്ത് ഹോസ്പിറ്റലിൽ പോകണല്ലോ. ഇന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ ചേച്ചിയുടെ ചേട്ടനും അജിയുടെ ചേട്ടനും 2 ചേട്ടന്മാരുണ്ട് വന്നിട്ട്. അപ്പോൾ അവർ എപ്പം ഞങ്ങളുടെ 2 വീട്ടുകാരും ഏത് ആവശ്യത്തിനും ഹോസ്പിറ്റലിൽ പോകണമല്ലോ എവിടെ ഷോപ്പിങ്ങിന് പോകണമല്ലോ ചോദിച്ചാൽ ഒരിക്കലും ബുദ്ധിമുട്ടാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത്ര വർഷങ്ങളായിട്ട്. ഒരുപാട് സന്തോഷം. ശരി, ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു അപ്പത്തിൽ നിന്ന് അല്ലേ, ചെറിയ കുഞ്ഞ് അപ്പത്തിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. ഇന്നിപ്പോ എത്ര പ്രോഡക്റ്റാന്ന് ചോദിച്ചാൽ അതെനിക്ക് തോന്നുന്നു ജാസ്മിൻ ചേച്ചി തന്നെ പറയട്ടെ, എത്ര പ്രോഡക്റ്റിൽ എത്തി നിൽക്കുകയാണ് ചേച്ചി? നെയ്യപ്പത്തിലാണ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അവലോസുണ്ട ആയി. പിന്നെ കൊറോണ വന്നു കഴിയുമ്പോൾ നമ്മുടെ യൂണിറ്റ് സ്വാഭാവികമായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് ആ സമയത്ത് ഞങ്ങൾ മറ്റു പ്രൊഡക്റ്റിനെ പറ്റി അധികം ചിന്തിക്കാൻ സമയം, കാരണം അത്യാവശ്യം ഓർഡർ ഉണ്ട്. അന്നേരം പള്ളി അടച്ചു, കടകളെല്ലാം അടച്ചുപോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു അരി ബാലൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെഷീനറി എല്ലാം നമുക്കുണ്ട്. നമുക്ക് പൊടികൾ അരിപ്പൊടി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അരിപ്പൊടി ആൾക്കാരെല്ലാം പുറത്ത് പോകുമ്പോൾ വീട്ടിൽ വന്ന് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ആയിട്ടിപ്പോൾ പിന്നെ അത് സ്റ്റീം ബേഡ് പൊട്ടുപൊടിയായി, പിന്നെ ഗോതമ്പ് പൊടിയായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐറ്റം കൂട്ടിക്കൂട്ടി പോയത്. അപ്പോൾ പിന്നെ അത് നമ്മൾ ഈ കൊറോണ മാറി കഴിഞ്ഞപ്പം ഈ കൊറോണ വന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയും അതിനോട് പ്രോഡക്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റും. എണ്ണം കൂടി ഇപ്പോൾ ഏകദേശം മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ ആയിട്ട് നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ആ പ്രദേശത്തെല്ലാം കൊടുക്കാമെന്നുള്ള ഇത് ചെയ്യുന്നുണ്ട്. കുറേ കടകളിലും കൊടുക്കുന്നുണ്ട്. അപ്പം അതും 30ഓളം പ്രോഡക്റ്റ് നമ്മളിപ്പം
ചെയ്യുന്നത്. സ്റ്റീം മില്ലറ്റ്സിന്റെ പുട്ടുപൊടികളാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ, അതിന്റെ പുട്ടുപൊടികൾ, അത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നല്ല ഹൈ ക്വാളിറ്റി കഴുകി നല്ല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അതുകൊണ്ട് ഇഷ്ടപ്പെടും. അപ്പുന്റെ പേരിലാണല്ലേ? അത് അപ്പൂസിന്റെ പേരിലാണ്. അപ്പൂസിന്റെ പേരിലാണ്. അതാണ് കണ്ടോ 30ഓളം പ്രോഡക്ട്സുകളാണെന്ന്. ഇതെല്ലാം കണ്ടിട്ടുണ്ടോ? അപ്പുന്റെ പേരൊക്കെ അതിൽ വായിക്കാറുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ആ ഒരു 30ഓളം പ്രോഡക്റ്റുകൾ എന്നുള്ളത് ഇനിയും പ്രദേശവാസികൾക്ക് മാത്രം പോരല്ലോ. എറണാകുളം നമ്മുടെ പ്രേരിലെല്ലാം ഉള്ളൂ. തിരുവനന്തപുരം ഉണ്ടായിരുന്നു. വൈറസ് അവർ തക്കാലം നിർത്തി വെച്ചേക്കുക. ഒരാൾ പുറത്തോട്ട് പോയതുകൊണ്ട് വൈറസ് വരില്ല. പിന്നെ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് ഓർഗാനോ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നല്ല ഉത്തരവാദിത്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും സാധനങ്ങൾക്ക് ഓർഡർ വരുന്നത്. തീർച്ചയായിട്ടും. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. പറഞ്ഞാലും മതി വരില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് പേർക്ക് ഇപ്പം കണ്ടിരുന്ന ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഇനിയും ഈ സ്നേഹവും സന്തോഷവും ഐക്യവും ഒക്കെ എല്ലാ കാലങ്ങളിലും ഒരുമിച്ച് അല്ലെ അപ്പോൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് തന്നെ ആശംസിക്കുകയാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. താങ്ക് യു.